കാര്യം ഞങ്ങൾ പുനഃപരിശോധിക്കും. കാരണം ഒറ്റയടിക്ക് ഒരു ഗവൺമെന്റിന്, പുതിയ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റുമോ? കമ്മിറ്റ്മെന്റ്സ് അല്ലേ. കടമെടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ട് കടമെടുത്തിട്ട് നാളെ ഞങ്ങൾ ഇത് തരില്ല എന്നൊരു പുതിയ ഗവൺമെന്റ് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങളത് റീവിസിറ്റ് ചെയ്യും. എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന്. ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ റിവൈസ് ചെയ്യും. പറഞ്ഞില്ലേ, പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടാവും. ഇപ്പൊ പോണ പോലെ പോവില്ല. അതിന് പൈസ കേരള ബാങ്കിന്റെ കാര്യം ഉറപ്പായിട്ട് പുനഃപരിശോധിക്കും. കാരണം എന്താണെന്ന് അറിയാം, ലാഭത്തിലായ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലാക്കിയ സംസ്ഥാന ബാങ്കിൽ കൊണ്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരെ കിഫ്ബിയുടെ കാര്യത്തിലും ലൈഫ് മിഷന്റെ കാര്യത്തിലും കേരള ബാങ്കിന്റെ കാര്യത്തിലും നമ്മുടെ ഭാവി മുഖ്യമന്ത്രി സതീശൻ സാറ് ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ 10 കൊല്ലം കിഫ്ബി മുഖേന 1 ലക്ഷം കോടി രൂപയുടെ വികസനങ്ങളാണ് സർക്കാർ ആസ്പത്രികള്, സർക്കാർ സ്കൂളുകള്, റോഡുകള്, പാലങ്ങള് തുടങ്ങി കേരളത്തിൻ്റെ മുഖച്ഛായ മൊത്തം മാറ്റി എന്ന് പിണറായിയും LDF ഒക്കെ വീമ്പ് പറയുന്നത്. ഇനി ആ പരിപാടിയൊന്നും നടക്കില്ല, ഞങ്ങളത് മാറ്റി എഴുതും, പൊളിച്ചെഴുതും എന്നാണ് ഈ നമ്മുടെ സതീശൻ സാർ പറയുന്നത്. ഏതാണ്ടൊരു മുഖ്യമന്ത്രിയായ ഫീലിംഗ് ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നിയില്ലേ? അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇനി ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ ഈ 5 ലക്ഷം വീടുകളൊക്കെ നമ്മുടെ പിണറായി വെച്ച് കൊടുത്തു പറയുന്നുണ്ടല്ലോ, അതൊന്നും ഇനി ആ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഇനി ഓരോരുത്തർക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് അവരെ അറിയിക്കുന്നൊരു വീട്, പിന്നെ SC STക്കാർക്കാണെങ്കിൽ അവരെ അറിയിക്കുന്ന ഒരു തരത്തിൽ വീട്, മറ്റ് വിഭാഗങ്ങൾക്ക് മറ്റു തരത്തിലൊരു വീട്, പലതരത്തിലുള്ള തുകകളനുസരിച്ച് പലർക്കും പല ജാതി വീടുകൾ സതീശൻ സാറ് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പിന്നെ കേരള ബാങ്കിൻ്റെ കാര്യം നിങ്ങൾ കേട്ടല്ലോ, അതിനെയും പൊളിച്ചെടുക്കും. ഈ കേരള ബാങ്ക് ഒന്നും ഇനി ഉണ്ടാവില്ല, പഴയ പോലെയൊക്കെ എല്ലാ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് തന്നെ പഴയ പോലെ വേഷത്തിൽ വരും എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ സതീശൻ സാറേ, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. 5 ഗ്യാരണ്ടികളും നിങ്ങൾ നടപ്പിലാക്കും. അതിനുള്ള തുകയൊക്കെ ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഈ ട്രഷറി ഒന്നല്ല, നിങ്ങൾക്ക് വേറെ ഏതോ ഒരു ട്രഷറിയാണ്, ഖജനാവാണ് ഉള്ളതെന്നാണല്ലോ പറയണത്. ആയിക്കോട്ടെ, അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ഓക്കെ സതീശൻ സാറ് പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു, മുഖവിലേക്കെടുത്തു. ഇനി കിഫ്ബിയുടെ ആവശ്യമില്ല, ലൈഫ് മിഷൻ്റെ ആവശ്യമില്ല, ഈ കേരള ബാങ്കിൻ്റെ ആവശ്യമില്ല, അതൊക്കെ ഈ പിണറായി സംഘം ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിപ്പ് പ്രസ്ഥാനമായിരുന്നു എന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഈ കേരള ജനതയോട് ഈ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായില്ലേ, 1-2 വർഷമാകാൻ പോണു, അവിടെ ഈ കുറേ പേര് നിങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ച് നിങ്ങൾ കുറച്ച് വീടുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ, അതെന്തായി എന്നറിഞ്ഞാൽ, അത് നിങ്ങൾ എന്തു ചെയ്തു, അതെല്ലാം നടപ്പിലാക്കി എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ വിശ്വസിക്കാം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ജനത്തിന് ബോധ്യം വരണ്ടേ. നിങ്ങൾ പറയുന്നതൊക്കെ നടപ്പിലാക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചാലല്ലേ നിങ്ങളെ ഭരണത്തിലേൽപ്പിക്കാൻ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുള്ളൂ ഈ കേരള ജനതയ്ക്ക്. അതുകൊണ്ട് ആ കാര്യം എന്തായി എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആ വിഷയത്തിൽ, നിങ്ങൾക്കറിയാലോ, ഒരേ ഒരു രാത്രി കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഉറ്റവരെയും ഉടയവരെയും എല്ലാ സ്വത്തും മുതലൊക്കെ നഷ്ടപ്പെട്ട് ബാക്കിയായ മനുഷ്യരുടെ കണ്ണീര് നോക്കി നിങ്ങൾ മുഖത്ത് നോക്കി കൊടുത്ത വാക്കാണ്. ആ വാക്കിനോട് നിങ്ങൾ എന്ത് നീതിയാണ് പുലർത്തിയത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ ഓർമ്മിപ്പിക്കാനും നിങ്ങൾ തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം, നിങ്ങളെ അധികാരത്തിലേറ്റാം. ഓക്കെ, ഒന്ന് കേട്ടു നോക്കിയാലോ. എന്നാൽ സതീശൻ സാർ ഒരല്പം ക്ഷമ കാണിച്ചിട്ട് അതൊന്ന് കേട്ടു നോക്കും. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു അലട്ടലുമില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF ആയിട്ട് ബന്ധപ്പെട്ട്, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല, അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പൊ ആ കാശ് അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക? ഇത് സതീശൻ സാറ് 2-3 മാസങ്ങൾക്ക് മുമ്പ്
കേരള ജനതയുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. ചൂരൽമലയിലെ ആ ദുരന്തബാധിതരെ നോക്കി നിങ്ങൾ പറഞ്ഞതാണ്. ഏതാണ്ട് അവിടുത്തെ ഈ 400 വീടുകളിലെ ഏതാണ്ട് 300 വീടുകളും നിങ്ങളാണ് വെച്ചു കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിന് ലീഗിനെ കൂടി നിങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതും അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കേട്ടു. അതെന്തെങ്കിലും ആകട്ടെ, ലീഗുകാർ പറഞ്ഞ വാക്ക് അവർ പാലിച്ചു എന്നുള്ളതിൽ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഞങ്ങൾ ചോദിച്ചത് ഈ കോൺഗ്രസിൻ്റെ നിലപാടാണ്. എന്തെങ്കിലും ആവട്ടെ, ഈ പറഞ്ഞത് ഇപ്പോൾ സതീശൻ സാറ് കേട്ടല്ലോ, ഈ പറഞ്ഞ മഹിമ കേട്ടല്ലോ, 10 ദിവസത്തിൻ്റെ ഉള്ളിൽ വീട് പണിയുമെന്നാണ് സാറ് പറഞ്ഞത്. ഇത് 3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ശരി, ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ സാറിനെ ഓർമ്മിപ്പിക്കാം. പിന്നെ പറയുന്നുണ്ടല്ലോ സർക്കാർ ഒന്നും അവിടെ കൊടുത്തില്ല എന്ന്. അതിനുള്ളൊരു മറുപടി അവിടുത്തുകാരെ കൊണ്ട് തന്നെ ഇതിന് ശേഷം പറയിപ്പിക്കുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ അതും കൂടെ കാണിച്ചു തരാം. അതെ, ആ കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ കൂടി തീരുമാനിച്ചു. അത് KPCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തീരുമാനമെടുത്തിരുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവിടെ പാർട്ടി സ്വയം ഒരു സ്ഥലം കണ്ടെത്തി വാങ്ങി. അപ്പോൾ 7.5 ഏക്കർ സ്ഥലമാണ് അതിനുവേണ്ടി വാങ്ങിയിട്ടുള്ളത്. അത് മേപ്പാടി പഞ്ചായത്തിലാണ്. അത് 7.5 ഏക്കർ സ്ഥലം വാങ്ങി അതിൻ്റെ കോണ്ടൂർ സർവേ കഴിഞ്ഞു. അതിൻ്റെ പിന്നെ നിയമപരമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. അതിനുശേഷം പിന്നെ അവിടെ ഇനി അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്ലാൻ അലോക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ പ്ലോട്ടുകൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിദഗ്ധ ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ പ്ലാനും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവിടെ ഭവന നിർമ്മാണം ആരംഭിക്കും. അവിടെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭവനവും നിർമ്മിക്കപ്പെടുന്നത്. അത് KPCCയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ആ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ആ സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭവനങ്ങളും നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൈപ്പറ്റിയിട്ട് പിന്നെ സമാഹരിച്ചിട്ടുള്ള 1,05,00,000 രൂപയിൽ വരുന്ന പണം വളരെ പെട്ടെന്ന് തന്നെ KPCC പ്രസിഡന്റിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കൈമാറും. ഇത് മൂത്ത കോൺഗ്രസ്സുകാരുടെ അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരുടെ വാക്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അവർ പിരിച്ച 1 കോടിയിലധികം രൂപ അത് ഞങ്ങൾ KPCCക്ക് ഉടനെ കൈമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൈമാറുമോ എന്നറിയില്ല. അതെല്ലാം കൂടെ ചേർത്ത് 7.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല ഇത്രയും വീടുകളൊക്കെ ഈ 7.5 ഏക്കറിൽ എങ്ങനെ കെട്ടിയുണ്ടാക്കുന്നു ഒന്നും അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ കണക്കൊക്കെ നമുക്ക് പിന്നെ നോക്കണം. ആയിക്കോട്ടെ, ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചോളൂ. നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ കേട്ടിട്ട് വരാം. സർക്കാർ 1642 കോടി രൂപ മുണ്ടകൈ ചൂരൽമല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സയ്ക്ക് പോലും കാശ് കൊടുക്കുന്നില്ല. അവര് പൈസ കൊടുത്തെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. 3 വാർഡിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ ദുരന്ത ബാധിതർ ആരാണെന്ന് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ്. എന്താ എന്റെ സതീശൻ സാറെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനങ്ങൾ പറയണത്? ആ ദുരന്തബാധിതരെ വെച്ചിട്ട് ഈ കച്ചവടം നടത്തണോ? എന്തായാലും സതീശൻ സാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നല്ലേ. നമുക്ക് ആ ദുരന്തബാധിതരോട് തന്നെ ചോദിച്ചു നോക്കാം. നേരത്തെ സാറ് പറയുന്നത് കേട്ടു, അവരെ ശ്രദ്ധിക്കുന്നില്ല, അവിടെ സർക്കാരൊന്നും ചെയ്യുന്നില്ല എന്ന്. എന്നാൽ ആ ദുരന്തബാധിതരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇപ്പോഴും ഞങ്ങൾക്ക് മാസം 10-25,000 രൂപ മാസം തന്നുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം വരെ മാസം വാടകയും ഒരു ദിവസം ഒരാൾക്ക് 300 രൂപ വെച്ചിട്ട് 2 പേർക്ക് ഒരു മാസത്തെ കിറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ സാധനത്തിൻ്റെ കിറ്റും ഇപ്പോൾ തന്ന് അത് മാവേലിൽ പോയി ഞങ്ങൾ മേടിക്കുക. ആ സാധനത്തിൻ്റെ പൈസ 25,000 രൂപ ഞങ്ങൾക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ സർക്കാർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളെ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 130 വീട് പിന്നെ കോൺഗ്രസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എവിടെ ഉണ്ടാക്കി തന്ന് കോൺഗ്രസ്? ഒരു സ്ഥലം എടുത്തു, ഒരു തറ പോലും അവർ ഇട്ട് തന്നിട്ടില്ല. തറ പോലും, ഒരു വീടിൻ്റെ തറ പോലും ഇട്ടില്ല. ആ പൈസ ഞങ്ങളെ പേരും പറഞ്ഞ് ആ പൈസ പിരിച്ചതാണ് ഇവർ. ഞങ്ങൾക്ക് വേണ്ട, അവരെ ആൾക്കാർക്ക് കൊടുത്തോട്ടെ, കോൺഗ്രസിൻ്റെ പാർട്ടിക്കാർക്ക് തന്നെ കൊടുത്തോട്ടെ വീട്. ഞങ്ങൾക്ക് വിഷയമല്ല. ആ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കണമല്ലോ അവർ. ഇപ്പോഴും അത് വെച്ചില്ല. ഇത് കേട്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ തോന്നിയേ? അവിടെ ഈ ദുരന്തത്തിന് ഇരയായ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് കേട്ടത്. നേരത്തെ സതീശൻ സാർ എന്താ പറഞ്ഞത്? 10 പൈസ കൊടുക്കുന്നില്ല, അവരെ ശ്രദ്ധിക്കുന്നില്ല സർക്കാർ, കുറേ പണം ഖജനാവിലിട്ടിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? മാസം 25,000 രൂപ വെച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എല്ലാ മാസവും കിറ്റ് കിട്ടുന്നു, മാവേലി സ്റ്റോർ പോയി സാധനങ്ങൾ കിട്ടുന്നു, വാടക കിട്ടുന്നു, എല്ലാ കാര്യങ്ങളും അവർ സന്തോഷകരമാണ്. പക്ഷേ ഇവർക്ക് മാത്രം സന്തോഷമില്ല. കാര്യം എന്താ? ഇവർ പറഞ്ഞ വാക്ക് ഇവർ പാലിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടത്. നേതാക്കൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു മനസാക്ഷി കുത്തുണ്ടെങ്കിൽ എന്തവർക്ക് പറയാനുള്ളതെന്നും നമുക്ക് കേൾക്കാമല്ലോ. 178 വീടുകൾ ടൗൺഷിപ്പിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. പക്ഷേ അവിടെ ഇപ്പോഴും താമസിക്കാറായിട്ടില്ല. അതിന്റെ പണി തീർന്നിട്ടില്ല. അതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തിയാണ്. പിന്നെ ഞങ്ങളുടെ പണം എവിടെ പോയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പണം ഉപയോഗിച്ച് ഞങ്ങളവിടെ സ്ഥലം മേടിച്ചു. ഞാൻ ചെയ്യട്ടെ, 1 കൊല്ലം പിടിച്ചു സർക്കാർ സ്ഥലം മേടിക്കാൻ. കേൾക്ക്, 1 കൊല്ലം ഞങ്ങൾക്ക് അവിടെ സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ്
ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയത്. ലീഗ് അതിന് പോയില്ല. ലീഗ് നേരത്തെ സ്ഥലം മേടിച്ചു. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുന്നത്. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നമ്മുടെ സതീശൻ സാർ പറഞ്ഞു കേട്ടു, സർക്കാരാണത്ര കോൺഗ്രസിനെ പറ്റിച്ചത്, ഫ്രീ ആയിട്ട് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന്. സർക്കാരിന് എൻ്റെ പാവം സ്ഥലം കിട്ടാതെ കോടതി കയറിയിട്ടാണ് സ്ഥലം ഒരു എസ്റ്റേറ്റിൽ നിന്ന് വാങ്ങിക്കിട്ടിയത്. കോടിക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് സർക്കാരിന് സ്ഥലം കിട്ടിയത്. അതിന് തന്നെ ഏതാണ്ട് ഒരു കൊല്ലെടുത്തു. ഇവരാണെങ്കിൽ എന്താ പറയണത്, അത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് എടുത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവരുടെ വീട് പണിയല്ലേ ആദ്യം കഴിയേണ്ടത്? ആ വീടുകളൊക്കെ അവിടെ കല്ല് പോലും ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സതീശൻ സാർ പറയുന്നത് അവിടെ വീട് പണി തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മാധ്യമങ്ങളോ സുഹൃത്തുക്കളോ വയനാട്ടിലുള്ളവരോ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ പോയിട്ട് ഒരു കോൺഗ്രസ് കെട്ടിയ വീട് നാളത്തെ ദിവസമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു കീ കൊടുക്കുന്ന ഒരു സീന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതാണ് നമ്മൾ പറഞ്ഞത്. ഈ കോൺഗ്രസിനെ വിശ്വസിക്കാം, അവരുടെ ഗ്യാരണ്ടികളെ വിശ്വസിക്കാം. അവർ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും കിഫ്ബിയെ പറ്റിയിട്ടോ കേരള ബാങ്കിനെ പറ്റിയിട്ടോ നമ്മുടെ ലൈഫ് മിഷനെ പറ്റിയിട്ടോ മറ്റെന്ത് കാര്യങ്ങളെ പറ്റിയിട്ടും ഇവരുടെ എല്ലാ ഉറപ്പുകളെ പറ്റിയിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യമെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? പാവപ്പെട്ടവരെ മനുഷ്യരുടെ ദുരന്തമുഖത്ത് നിന്നവരോട് ഈ അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഈ കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചിട്ട് 3.5 കോടി ജനങ്ങളെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നൊരു ചോദ്യം കേരള ജനത ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ അതിനുവേണ്ടി നാടായ നാട്ടിൽ നിന്നൊക്കെ പണം പിരിച്ച പണം എവിടെ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരമില്ല. ആ ചോദ്യം ഇവരോട് കേരള ജനത ഇപ്പം മൊത്തം ചോദിക്കുന്ന, ഇടതുപക്ഷം ചോദിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നേതാവിൻ്റെ ചോദ്യം ഒന്ന് കേട്ടിട്ട് വരാം. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ വിഴുങ്ങിയിരിക്കുകയാണ്. പച്ചക്കള്ളം പറഞ്ഞ് മലയാളിയുടെ ക്ഷമയെ പരീക്ഷിക്കുന്നവർ കുംഭകോണത്തിന്റെ വക്താക്കളായി നിൽക്കുകയാണ്. രാഷ്ട്രീയത്തെ മൂല്യവത്താക്കി മാറ്റാൻ കോൺഗ്രസിന്റെ ഈ അഴിമതിക്കെതിരായി, കുംഭകോണത്തിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്തിറങ്ങണമെന്ന അഭ്യർത്ഥനയാണ് നിങ്ങളിലൂടെ എനിക്ക് നടത്താനുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് വാസയോഗ്യമല്ലെന്ന് പരാതിയുള്ള ഒരു സ്ഥലം, അത് 3 ഏക്കർ എന്നോ ആണ് കേട്ടത്. 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല അത് കേട്ടിട്ട്? 230 വീട് വെക്കാൻ 3 ഏക്കർ സ്ഥലം, അതൊരു ലോകാത്ഭുതമായിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഒരു കല്ലിടൽ മാമാങ്കം നടത്തുന്നു. ഒരൊറ്റ വീട് അവിടെ നിർമ്മിക്കാൻ പോകുന്നില്ല. ഈ ഘട്ടത്തിലാണ് ആ ചോദ്യം ഉയരുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയണം. എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ സംയുക്ത അക്കൗണ്ട് പറഞ്ഞില്ലേ? ആ പ്രസ്താവനയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുമോ? ആ അക്കൗണ്ടിൽ ഉണ്ടോ? ആ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? എന്തിന് ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടി, ഞങ്ങൾ 230 വീട് നിർമ്മിക്കാൻ പോകുന്നു പറഞ്ഞാ പോരെ? ഇതൊക്കെ കേട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? എന്തൊരു മഹാ കഷ്ടമാണല്ലേ! ഒരു മഹാപ്രസ്ഥാനം, ഒരു വലിയ ദേശീയ പ്രസ്ഥാനം അടുത്ത് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന, 10 വർഷമായി അധികാരത്തിലില്ലാതെ ഒരു 100 സീറ്റിലധികം ഞങ്ങൾ പിടിക്കും, തിരിച്ചെത്തും, കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം, 100 സീറ്റിലധികം നേടി ഭരണത്തിൽ തിരിച്ചെത്തും എന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, അവർക്കാണ് ഇങ്ങനെ ഒരു ചെറിയ കാര്യം പോലും ഒരു ദുരന്തബാധിതർക്ക് ഓഫർ കൊടുത്തതുപോലെ നടപ്പിലാക്കാൻ കഴിയാതെ, ചില ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം കൊടുക്കാൻ കഴിയാതെ 150 കോടി രൂപ പിരിച്ചു എന്ന് പറയുന്നു. അതെല്ലാം തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം കേൾക്കേണ്ടി വരിക. എന്തൊരു മഹാ കഷ്ടമാണെന്ന് നോക്കൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരുടെ ദേശീയ നേതാവിനോടൊന്ന് ചോദിച്ചു നോക്കാം. കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ഇതാണ് അവർക്ക് സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഉന്നയിക്കുന്ന ആരോപണത്തെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്നത് അർത്ഥമുള്ളത്. അപ്പൊ ദേശീയ നേതാവ് KCയുടെ ഉത്തരവും ബബ്ബ തന്നെ, എല്ലാ കണക്കും കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമാണ്, വളരെ കൃത്യമാണെന്നാണ് പറയുന്നത്. എന്നാൽ എത്ര രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്, ഏത് അക്കൗണ്ടിലാണ് ഉള്ളത്, അത് എപ്പോൾ വെച്ചു കൊടുക്കാൻ പറ്റും, എത്ര വീട് വെച്ചു കൊടുക്കാൻ പറ്റും, വല്ല ഉത്തരവുണ്ടോ? ജനം ചോദിക്കുന്നത് അതാണ്. ഇടതുപക്ഷവും പ്രതിപക്ഷവും നിങ്ങളോട് ചോദിക്കുന്നത് അതാണ്. കാരണം കേരളം ഭരിക്കാൻ പോകുന്നതും കുറേ ഉറപ്പുകൾ കൊടുത്തതുമല്ലേ. ആ ഉറപ്പുകളൊക്കെ പാലിക്കാൻ കെൽപ്പുള്ളൊരു പാർട്ടിയാണോ എന്ന് അറിയണമെങ്കിൽ ഈ ഉറപ്പെങ്കിലും പാലിച്ചു എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതില്ലല്ലോ എൻ്റെ KC എന്ന് മാത്രമേ ഇപ്പോൾ ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.